എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്ലാക്ക് ഹൽവയാണ്. നമ്മുടെ കേരള സ്റ്റൈലിലുള്ള കറുത്ത ഹൽവ. ഇത് ചെറിയൊരു അളവിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും ഉണ്ടാക്കാൻ, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ എൻ്റെ വല്യമ്മ ഉണ്ടാക്കാറുള്ള ഹൽവയായിരുന്നു. അപ്പോൾ ഇതെൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫാണ് എനിക്ക് റെസിപ്പി തന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നൂറ് ഗ്രാം പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ദോശ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പച്ചരി. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ശർക്കര 400 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. 400 ഗ്രാം ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ഇനി തിളപ്പിക്കാനായിട്ട് വെക്കണം. ശർക്കര കുറച്ച് ഡാർക്ക് ശർക്കര എടുത്താൽ മതി, അപ്പോൾ നല്ല ഡാർക്ക് ഹൽവ കിട്ടും. ശർക്കര നല്ലതുപോലെ ഉരുകിയിട്ടുണ്ട്, അത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. തേങ്ങാപ്പാലിന് ഞാൻ 2 തേങ്ങ, ഏകദേശം 2 തേങ്ങയോളം എടുത്തിട്ടുണ്ട്. 2 തേങ്ങ എന്ന് പറഞ്ഞാൽ 4 കപ്പ് തേങ്ങാപ്പീരിയാണ്. അപ്പോൾ ആദ്യം 1-ാം പാൽ എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ചെറിയ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ആ പാൽ നല്ലതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള തേങ്ങ ഇതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് പിഴിഞ്ഞെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒന്നാം പാൽ എനിക്ക് 2 കപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ 1-ാം പാൽ എടുത്തിട്ടുള്ള ആ ബാക്കി തേങ്ങാപ്പിരയിലേക്ക് കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അത് മിക്സിയിട്ട് അടിച്ചെടുത്തിട്ട് അതിൽ നിന്നും പാല് പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ 2-ാം പാല് 4 കപ്പ് കിട്ടി. 1-ാം പാല് 2 കപ്പും 2-ാം പാല് 4 കപ്പാണ് കിട്ടിയിരിക്കുന്നത്. പച്ചരി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ അത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ കഴുകിയെടുക്കണം. അരി 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. ഈ കഴുകിയെടുത്ത അരി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഒന്നുമില്ലെങ്കിൽ ടിഷ്യൂയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ക്ലോത്തിൻ്റെ മുകളിലേക്കോ ഈ അരി എടുത്ത് മുകളിൽ നല്ലതുപോലെ ഒന്ന് കനം കുറച്ച് പരത്തിയിടണം. അപ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ വെള്ളമെല്ലാം പോയി ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമെല്ലാം പോയി കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഒത്തിരി ഡ്രൈ ആവരുത്, ചെറിയൊരു നനവ് ഉണ്ടാവണം. ഇത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി അത് അരിച്ചെടുക്കണം. ആ പൊടി ഒട്ടും തരിയില്ലാത്ത വേണം. അപ്പത്തിൻ്റെയൊക്കെ നമ്മൾ അരിക്കുന്ന ആ അരിപ്പയെ കൂടെ വേണം അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അരിച്ചിട്ടിട്ട് ബാക്കി പൊടിയാണ്ട് കിട്ടുവാണെങ്കിൽ അതൊന്നും കൂടെ പൊടിച്ചെടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ അരിച്ചെടുക്കുക. ഈ അരിപ്പൊടി എനിക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അരിപ്പൊടി വറുക്കൊന്നും ചെയ്യേണ്ട, പച്ചപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൽവയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ അരിപ്പൊടി ഞാനിപ്പോൾ 1-ാം പാലിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുകയാണ്. 1-ാം പാലിലേക്ക് അല്ല, 1-ാം പാലും 2-ാം പാലും നമ്മളുണ്ടാക്കിയ ശർക്കരപ്പാനിന് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്താലും മതി. നമ്മൾ ഏത് പാത്രത്തിലാണ് ഹൽവ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് അരിച്ചൊഴിക്കണം. അപ്പോൾ ഈ അരിച്ച് കിട്ടിയപ്പോൾ കുറച്ച് അരിപ്പയിൽ കുറച്ച് തരിയെല്ലാം വന്നിട്ടുണ്ട്. അത് എടുക്കാൻ പാടില്ല, അത് നമുക്ക് കളയാം. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാലും അതേപോലെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ച പാനി എല്ലാം കൂടി ചേർക്കാം.
ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് അരിപ്പയെ കൂടെ അരിച്ചൊഴിക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ആദ്യം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി തുടങ്ങുക. അതിനുശേഷം ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ തീ കുറച്ച് വയ്ക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മീഡിയം അല്ലെങ്കിൽ ഏറ്റവും ലോയിലും ഫ്ലെയിമിൽ വെച്ചാലും മതി. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം കൂടുതലെടുക്കും. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ഉരുളിയിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് വലിയൊരു പാൻ ആണെങ്കിൽ അതിലും ഉണ്ടാക്കിയാലും മതി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്. അതിലേക്ക് ബബിൾസ് എല്ലാം വന്നിട്ട് അത് ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാറി നിന്നിട്ട് വേണം ഇളക്കാനായിട്ട്. ആ സമയത്താണ് ശരിക്കും സൂക്ഷിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് ഞാൻ 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കുറച്ച് നട്ട്സും 1/4 കപ്പ് നട്ട്സ് ചോപ്പ് ചെയ്തിട്ട് ചേർത്താൽ മതി. പക്ഷെ ഞാനിവിടെ 1/2 കപ്പ് ചേർത്തത്. അത് കുറച്ച് കൂടുതലാണ്, അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 കപ്പ് നട്ട്സ് ചേർത്താൽ മതി. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നീട് നെയ്യ് ചേർക്കാം. അത് ഓരോരുത്തരുടെ ആവശ്യമുണ്ട്. ഞാൻ ടോട്ടൽ 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോരോ ടേബിൾ സ്പൂൺ വീതം ചേർത്തിട്ടാണ് ഇളക്കിക്കൊണ്ടിരുന്നത്. ഞാൻ അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ചേർക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് അതെല്ലാം നിങ്ങളുടെ ഓരോ ടേസ്റ്റ് പോലെ ചേർക്കാവുന്നതാണ്. ഏലക്കാപ്പൊടിയുടെയും അതുപോലെ വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയാണത്. വേണമെങ്കിൽ മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും കൂടി ചേർക്കാം നട്ട്സിൻ്റെ കൂടെ. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, നട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഏകദേശം ഒരു മണിക്കൂർ മുതൽ 1.25 മണിക്കൂർ വരെ എടുത്തിട്ടുണ്ട് അലുവയൊന്ന് റെഡിയായി കിട്ടാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് തീ കൂട്ടിയും കുറച്ചും അങ്ങനെ മാറി മാറിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മീഡിയം ലോയും എല്ലാം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അലുവ ഉണ്ടാക്കിയത്. അപ്പോൾ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ 5 ടേബിൾ സ്പൂണും നെയ്യും ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്തു. ശരിക്കും ഈ അലുവ എനിക്ക് ഉണ്ടാക്കി ഒരു പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ കണ്ട എണ്ണയെല്ലാം പുറത്തേക്ക് വന്നു. ആ തേങ്ങാപ്പാലിൻ്റെ എണ്ണയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ സമയമാകുമ്പോൾ അത് കുറച്ചൊരു സ്പൂണിലേക്ക് എടുത്ത് പ്ലേറ്റിലേക്ക് എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഉരുട്ടി നോക്കുക. ഒത്തിരി ചൂട് കുറഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് വേണം ഉരുട്ടി നോക്കാൻ. അപ്പോൾ നല്ലതുപോലെ ഉരുണ്ട് അത് കിട്ടുവാണെങ്കിൽ അലുവയുടെ പാകം കറക്റ്റായി എന്നാണ് അർത്ഥം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കാം. വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഇളക്കാം. അപ്പോൾ കുറച്ചും കൂടി കട്ടി അലുവ കിട്ടും. അപ്പോൾ എണ്ണയെല്ലാം നമുക്കത് സ്പൂണും കൊണ്ട് കോരി മാറ്റിക്കളയാം. ഇത് ഈ അലുവ ഇനിയൊരു പ്ലേറ്റിലേക്ക് ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കോ ഇട്ടിട്ട് ആ ഫുൾ അലുവ ആ പാത്രത്തിൽ ഇടും. ഇത് എൻ്റെ ഒരു ചെറിയ പാത്രത്തിൽ, ഇപ്പോൾ ഈ കുഞ്ഞൊരു പാത്രത്തിൽ കിട്ടാനുള്ള അലുവ ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ.
അപ്പോൾ ഉരുളിയുടെ താഴെ കണ്ട അതിനകത്തും എണ്ണയുണ്ട്. ഇനി ഒരു കപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ അതിൻ്റെ അടിഭാഗം കൊണ്ട് നല്ലതുപോലെ സ്മൂത്ത് ചെയ്യാം മോൾ വശം. ഇപ്പോഴും കുറച്ച് എണ്ണ കിട്ടും. അപ്പോൾ നമ്മൾ സ്പൂണും കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എണ്ണ പുറത്തേക്ക് വരും. അതെല്ലാം എടുത്ത് മാറ്റിക്കളയാം. വേണമെങ്കിൽ കുറച്ച് നട്ട്സ് അതിൻ്റെ മുകളിൽ വയ്ക്കാം. ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി തന്നെ കുറേ നട്ട്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിൽ നിന്ന് എണ്ണ വരുന്നുണ്ട്. അപ്പോൾ ആ എണ്ണ എല്ലാം ഊറ്റി കളയാം. ഇനി നല്ലതുപോലെ തണുത്ത ശേഷം കട്ട് ചെയ്യാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.